ശ്രീ കെ പി നൗഷാദ് അലി, നമ്മൾ ഇന്നലെ എന്താണ് വയനാട്ടിൽ കണ്ടത്? നോമ്പ് പിടിച്ച് ഒരു തുള്ളി വെള്ളം ഇറക്കാതെ ആ നട്ടപ്പൊരി വെയിലത്ത് രാഹുൽ ഗാന്ധിയെ കാത്തുനിന്ന ആയിരക്കണക്കിന് മുസ്ലിം ലീഗ് പ്രവർത്തകരുണ്ട്, കോൺഗ്രസ് പ്രവർത്തകരുമുണ്ട്. അവരോട് കൊടികളൊന്നും പുറത്തെടുക്കരുത്, ഒരു കൊടിയും വേണ്ട എന്ന് പറയുക തന്നെ വലിയ അനീതിയല്ലേ? അഭിലാഷ്, ഇവിടെ അഭിലാഷ് ഇങ്ങനെ കൽപ്പിച്ചു കൂട്ടുന്ന മാതിരി അങ്ങനെ ആരും പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു പ്രവർത്തകനും ഒരു തരത്തിലുള്ള നിരാശയും ഉണ്ടായിട്ടില്ല. ഇവിടെ ഈ നിരാശ ഉണ്ടായിട്ടുള്ളത് ബി ജെ പിക്കാണ്. പക്ഷേ അത് പരസ്യമായിട്ട് പ്രകടിപ്പിച്ചുകൊണ്ട് അവർക്ക് അനുഭാവമായിട്ട് രംഗപ്രവേശം ചെയ്തത് സി പി എം ആണ്. അന്ന് അങ്ങനെ ഒരു മാറ്റമേ ഉള്ളൂ. വളരെ കൃത്യമായ മറുപടി മുസ്ലിം ലീഗ് ആ വിഷയത്തിൽ നൽകിയിട്ടുണ്ട്. സംഘപരിവാർ ശക്തികൾക്ക് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ളൊരു അവസരമില്ലാതായതിലുള്ള ഈ സി പി എമ്മിൻ്റെ വലിയ തോതിലുള്ള പ്രയാസം അവരിങ്ങനെ പുറത്ത് പ്രകടിപ്പിച്ച് മുന്നോട്ട് വരികയാണ് എന്നുള്ളതാണല്ലോ ലീഗ് പറഞ്ഞത്. അതാണ് അതിനകത്തുള്ള ഏറ്റവും കൃത്യമായൊരു മറുപടി. പിന്നെ അഭിലാഷിന് അറിയാമല്ലോ, കഴിഞ്ഞ തവണ ഇപ്പോൾ ഈ മുസ്ലിം ലീഗിന്റെ പതാകയൊക്കെ പാകിസ്ഥാന്റെ പതാകയോട് ഉപമിച്ചുകൊണ്ട് അമിത്ഷാ നടത്തി. ഇന്നലെ നോക്കൂ, ചാനൽ പ്രവർത്തകർ, ഒരുപാട് ചാനലുകളുടെ ഒരുപാട് മാധ്യമ പ്രവർത്തകർ അവിടെ രാഹുൽ ഗാന്ധിയുടെ വരവായത് കാരണം അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ. ലൈവിൽ പോയിട്ടുള്ള ബൈറ്റുകളുണ്ട്. മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ അടുത്ത് ചോദിക്കുകയാണ്, ഒരു റിപ്പോർട്ടർ ചോദിക്കുകയാണ്, കൊടി പോക്കറ്റിൽ തന്നെ വെച്ചിരിക്കുകയാണോ? അപ്പോൾ അതെ, പോക്കറ്റിൽ തന്നെ വെച്ചിരിക്കുകയാണ്, അത് എടുക്കില്ല എന്ന് പറയാണ്. ഇതിപ്പോൾ ആരും കൊടി കൊണ്ടുവന്നിട്ടില്ല, ആർക്കും ഒരു ഇൻസ്ട്രക്ഷനും കൊടുത്തില്ല എന്ന് പറയരുത്. കഴിഞ്ഞ തവണ കൊടിയുമായി വന്ന ആ വിഷ്വൽസ് അങ്ങേക്ക് അറിയാമല്ലോ, ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ഇതുപോലൊരു റോഡ് ഷോ നടത്തുമ്പോൾ അവിടെ കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക, മുസ്ലിം ലീഗിന്റെ പതാക തുടങ്ങി വിവിധ ഘടകകക്ഷികളുടെ പതാക പാറിപ്പറന്ന ഒരു അന്തരീക്ഷമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് ഇത്തവണ ഉണ്ടായില്ല എന്നുള്ളത് സവിശേഷമാണ്. അത് ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊടി പുറത്തിറക്കാനുള്ള അവകാശമുണ്ട്. ഞങ്ങൾക്ക് കൊടിയല്ലാത്ത മറ്റ് പ്രചരണായുധങ്ങൾ വെച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുന്നോട്ട് പോകാനുള്ള ആ അവകാശവും ഞങ്ങൾക്കുണ്ട്. അതൊക്കെ ഞങ്ങളുടെ ഒരു വിവേചനാധികാരവും വ്യക്തിപരമായ സ്വാതന്ത്ര്യവുമല്ലേ അഭിലാഷ്? പിന്നെ ഞാൻ നേരത്തെ നിങ്ങളോട് ചൂണ്ടിക്കാണിച്ചത്, കഴിഞ്ഞ തവണ ഈ ദേശീയ തലത്തിലൊക്കെ ഈ വർഗീയ ധ്രുവീകരണം ഇത് വെച്ചുണ്ടാക്കിയപ്പോൾ ഏതെങ്കിലും ഒരു സി പി എമ്മിൻ്റെ നേതാവ് മുന്നോട്ട് വന്ന് അതിനെ എതിർത്തിരുന്നോ? മുസ്ലിം ലീഗ് എന്നത് ഇവിടെ 1948 മുതൽ പ്രവർത്തിച്ചു പോരുന്ന പാർട്ടിയാണ് എന്നും 67 ഞങ്ങളുടെ കൂടെ സഖ്യകക്ഷിയായിട്ടുണ്ട് എന്നും അതിനുശേഷം കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയായി മുന്നോട്ട് പോകുന്നൊരു പാർട്ടിയാണ് എന്നും അവർ ഇന്ന ജനാധിപത്യ മൂല്യ സങ്കല്പങ്ങൾക്ക് വിധേയമായിട്ട് നിയമവിധേയമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്, ആ കൊടി അവരുടേതാണ്, പാകിസ്ഥാൻ്റേതല്ല എന്ന് ഏതെങ്കിലും ഒരു സി പി എമ്മിൻ്റെ നേതാവ് ഈ രാജ്യത്ത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ വരുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് നിരാശയാണുള്ളത്. ബി ജെ പിക്ക് മുതലെടുക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോയതിൽ ബി ജെ പിക്കാരെക്കാൾ വലിയ നിരാശ സി പി എം പരസ്യമായിട്ട് പ്രകടിപ്പിക്കുമ്പോൾ അതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാം എന്നതിൻ്റെ അപ്പുറത്തൊന്നും മറ്റ് കൂടുതൽ ചർച്ചകൾക്ക് അതിനകത്ത് പ്രസക്തിയില്ല. ഏതായാലും സി പി എമ്മിനോടും ബി ജെ പിയോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, അങ്ങനെ കൊടി കൊടുത്ത് അടി വാങ്ങുന്ന പണിയൊന്നും ഇനി ഞങ്ങൾക്ക് എടുക്കാൻ താല്പര്യമില്ല. ഞങ്ങൾ ഈ രാജ്യത്തെ വർഗീയ ധ്രുവീകരണ ശക്തികൾക്കെതിരെ എല്ലാ നിലക്കും എല്ലാ പഴുതുമടച്ച പോരാട്ടത്തിലാണ് സജ്ജമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഞങ്ങൾ വളരെ കൃത്യമായ തന്ത്രപരമായ ഏകോപനത്തിലൂടെ ആ ലക്ഷ്യം ഞാൻ ചൂണ്ടിക്കാണി. ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ കൊടി കൊടുത്ത് അടി വാങ്ങാൻ ഞങ്ങളില്ല എന്ന്. നോക്കൂ, ഈ നാട്ടിൽ ഇസ്ലാമികമായ ചിഹ്നങ്ങളോ ഇസ്ലാമികമായ അല്ലെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്ന നിറങ്ങളോ വന്നു പോയാൽ അത് അപകടമാണ്, അത് മാറ്റിവെക്കണം, ഇല്ലെങ്കിൽ ഇത് ദുരുപയോഗം ചെയ്യപ്പെട്ടേക്കും എന്ന് കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടി ഒരു കോഷൻ എടുക്കുമ്പോൾ നിങ്ങളെ ഇസ്ലാമോഫോബിയയെ ലെജിറ്റിമൈസ് ചെയ്യാണ്. ഇതിവിടെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവും, ആരെങ്കിലും എടുത്ത് ദുരുപയോഗം ചെയ്യുന്നു കോൺഗ്രസ് പോലൊരു പാർട്ടി പറയരുത്. ഞാൻ എൻ്റെ അഭിലാഷയെ ഈ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ കുറിച്ചിട്ട് അങ്ങ് വിദേശ രാജ്യത്ത് പരസ്യമായിട്ട് രാഹുൽ ഗാന്ധി അവരെ ചേർത്ത് നിർത്തി വലിയ തോതിൽ ഇവിടെ പത്രവാർത്തകളിൽ ഇടം പിടിച്ച ഒരു സംഗതിയൊക്കെ താങ്കൾ മറന്നുപോയിട്ടില്ലല്ലോ. അതും ഇവിടുത്തെ ബി ജെ പിക്കാരൊക്കെ വലിയ തോതിൽ ധ്രുവീകരണം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾ മുസ്ലിം ലീഗിനെയും എല്ലാ മുസ്ലിം മതനിരപേക്ഷവാദികളെയും പ്രസ്ഥാനങ്ങളെയും സംഘങ്ങളെയൊക്കെ ചേർത്ത് നിർത്തി അവർക്ക് ആത്മവിശ്വാസം നൽകി തന്നെ ഈ രാജ്യത്ത് മുന്നോട്ട് പോകുന്ന, കേരളത്തിൽ മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ്. പിന്നെ ഓരോ വേളയിലും കൊടി പുറത്തെടുക്കണോ, ചിഹ്നം പുറത്തെടുക്കണോ, പ്ലക്കാർഡ് പുറത്തെടുക്കണോ എന്നൊക്കെ ഞങ്ങളും മുസ്ലിം ലീഗും തമ്മിൽ ആലോചിച്ച് തീരുമാനിക്കും. പാർട്ടിയുടെ കൊടി മാത്രമായിട്ട് എവിടെയും മാറ്റിവെക്കുന്ന അനുഭവം ഉണ്ടായിട്ടില്ലല്ലോ.
അല്ല, അതത്ര ലളിതമാണോ? താങ്കൾ പറഞ്ഞതുപോലെ 1948 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകൃതമായതിനു ശേഷം അവരെല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടുണ്ട്. ഇവിടെ നിയമവിധേയമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. മലബാറിലെ ലീഗിന്റെ നേതാക്കൾ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ, ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയിൽ ഉണ്ടായിരുന്നു. ബോക്കർ സാഹിബ് അടക്കമുള്ള ആളുകൾ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണത്തിൽ പങ്കാളികളായവരാണ്. തുടർന്ന് ഇങ്ങോട്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരത്തിൽ പങ്കുവഹിച്ചവരാണ്. ഇന്ത്യയെ ഐക്യരാഷ്ട്രസഭയിലടക്കം പ്രതിനിധീകരിച്ചവരാണ്. ഇ അഹമ്മദ് നിങ്ങളുടെ മന്ത്രിസഭയിൽ, UPA മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത ആളാണ്. അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ കൊടി എന്തിന്റെ പേരിലാണെങ്കിലും, ഇപ്പൊ കൊടിയൊന്നും വേണ്ട കേട്ടോ, നമുക്ക് കൊടിയൊക്കെ പിന്നെ എടുക്കാം. ഇപ്പൊ കൊടിയൊന്നും വേണ്ട എന്ന് പറയുന്നതിനകത്ത് തന്നെ പ്രശ്നമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ലളിതമാണോ? അല്ല അഭിലാഷ്, അങ്ങനെ ഇവിടെ പറഞ്ഞിട്ടില്ല അഭിലാഷ്. നിങ്ങൾ മുസ്ലിം ലീഗിന്റെ നേതാക്കളോട് നിങ്ങൾ ഇന്ന് ചോദ്യം ചോദിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമാണല്ലോ. അങ്ങനെ കോൺഗ്രസ് കൊടി എടുക്കണ്ട എന്ന് പറഞ്ഞാൽ അത് അരയിൽ പൂഴ്ത്തത്തക്ക ദുർബലമായ ഒരു പാർട്ടിയല്ല മുസ്ലിം ലീഗ്. അവർക്ക് വ്യക്തമായ അസ്തിത്വവും വ്യക്തിത്വവും ഒക്കെ ഉണ്ട്. അത് എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് അവർ നീങ്ങിയിട്ടുള്ളത്. പക്ഷേ അവരൊരു മതേതര ഫാബ്രിക് നിലനിർത്താൻ വേണ്ടി അവരിതിന് ആനുപാതികമായിട്ട് എല്ലാ കാലത്തും നീങ്ങിയിട്ടുണ്ട്. ഇവിടെ 1992 ബാബരി മസ്ജിദ് ശേഷം ഉയർന്നു വന്ന അല്ലല്ല ഒരു മിനിറ്റ്, പച്ച കണ്ടാലൊന്നും മതേതര ഫാബ്രിക് ഇല്ലാണ്ടാവില്ല. 92 ഇന്ത്യയുടെ ദേശീയ പതാകയിൽ പച്ചയില്ലേ? അല്ല, അതല്ല, അത് മുസ്ലിം ലീഗിന്റെ വിവേചനാധികാരമാണ്. മുസ്ലിം ലീഗിന്റെ വിവേചനാധികാരമാണ് അവരുടെ കൊടി, അവരുടെ ചിഹ്നം, അവരുടെ മറ്റ് പ്രചരണ സാമഗ്രികളൊക്കെ എത്തരത്തിൽ എങ്ങനെ എവിടെയൊക്കെ പ്രദർശിപ്പിക്കണം, സമീപിക്കണമെന്ന് അത് മുസ്ലിം ലീഗിന്റെ, ഇത് കോൺഗ്രസിന്റെ, സമാനമായിട്ട് മറ്റ് പാർട്ടികളുടെ സ്വാതന്ത്ര്യമാണ്. ഞാൻ പറഞ്ഞു നേരത്തെ 92 ബാബരി മസ്ജിദിന് ശേഷം ഇവിടുത്തെ ഒരുപാട് മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റ് ഗ്രൂപ്പുകൾ ലീഗിനെതിരെ താരാട്ട് തൊട്ടിലിൽ കിടത്തി സംയമനം പാട്ടുപാടി ഞങ്ങളെ ഉറക്കി എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ അവരെയൊക്കെ ഗാന്ധിയോടും നെഹ്റുവിനോടൊക്കെ ഉപമിച്ച് ചേർത്ത് നിർത്തിയവരാണ് ഈ CPM-കാര്. അവരെല്ലാ കാലത്തും നേട്ടമുണ്ടാക്കാൻ വേണ്ടി ഏത് തലത്തിലേക്കും വഴിമാറുന്നവരാണ്. അവർക്ക് വല്ല സ്ഥിരതയുണ്ടോ? ലോക്സഭ വരുമ്പോൾ ന്യൂനപക്ഷ പ്രകടനം, നിയമസഭ വരുമ്പോൾ ഭൂരിപക്ഷ പ്രകടനം, 10 വോട്ട് കിട്ടണം, ജയിക്കണം. അതിന് കൊടിയെങ്കിൽ കൊടി, വടിയെങ്കിൽ വടി, ബോർഡെങ്കിൽ ബോർഡ്. അതിനപ്പുറത്ത് CPM-ന് വല്ല നയനിലപാടും ഉണ്ടോ? BJP-ക്കാര് പറയുന്നെങ്കിൽ ഞങ്ങൾ കേൾക്കാൻ, ആത്യന്തികമായിട്ട് വലതുപക്ഷ വർഗീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ്. ശരി.